രാവിലത്തെ പോലെ തന്നെ വൈകുന്നേരം ഉണ്ടാവുമല്ലോ നമുക്ക് കുറച്ച് പണികൾ. എന്തായാലും രാവിലത്തെ അത്ര അല്ലെങ്കിലും ഇതൊക്കെ വൈകുന്നേരം ചെയ്യാനുള്ളതല്ലേ. അപ്പം ഞാനിതാ ആദ്യം തന്നെ വേഗം തിരുമ്പി തുണികളൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. തുണികൾ എടുക്കുകയൊക്കെ ചെയ്യുക. ഇത് മടക്കി വെക്കൽ എനിക്ക് പണ്ടേ മടിയുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും ഞാനും അനിയത്തിയും ഇതിനാണ് കേട്ടോ അടി കൂടലുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ഇവിടുന്ന് പടി കൂടാൻ ആരുമില്ല, ഞാൻ തന്നെ മടക്കി വെക്കണം. അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ വന്നിട്ടുള്ളത് അനിയൻ്റെ വീട്ടിലേക്കാണ്. അപ്പം നമ്മളെ മഞ്ഞൾ കുറേ ദിവസമായി ഇതിൻ്റെ മേലെ ഉണക്കാനിട്ടിട്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വാരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല, അവിടെ തന്നെ വെച്ചതാണ്. നാളെയും വെയിലത്തൊക്കെ ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ നമ്മൾ പുരയിലേക്ക് തന്നെ പോന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഒരടുപ്പിൽ വേഗം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തുനിന്ന് കറിയാക്കാണ് കേട്ടോ. ഒന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻ പുഴ മീനാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഒരു ചെറിയൊരു കറുത്തിട്ടുള്ളൊരു മീനില്ലേ, അതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മീൻ. അപ്പോൾ അതൊന്ന് മുളക് ഇടുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ അതിൻ്റെ തലേ ദിവസം പൊരിച്ചതേനി കേട്ടോ. അപ്പോൾ ഇത് ബാക്കി ഉണ്ടായിനി. അപ്പോൾ അതൊന്ന് മുളകിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തലേ ദിവസത്തെ കറിയൊക്കെ ഉണ്ടായിന് കേട്ടോ ഉച്ചക്കത്തേക്ക്. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ മീൻ കറിയും സെറ്റാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടു. അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് പുളിവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മളെ മീനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ അങ്ങോട്ട് ഉറ്റിച്ചാൽ കറിയും അവിടെ റെഡി ആയിക്കോളും. പിന്നെ ചായക്ക് കടിയായിട്ട് ഇന്ന് പഴം പുഴുങ്ങുകയാണ് കേട്ടോ. പഴം പുഴുങ്ങിയത് എന്താ പറയുക, വല്ലാണ്ട് അങ്ങോട്ട് ഇങ്ങനെ ബിളുബിളുന്നാവൂലേ, അങ്ങനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എനിക്കും ഇഷ്ടമല്ല. ഒരു ചെറിയ ഒരു നല്ലൊരു കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടുന്ന ആ ഒരു രീതിയിൽ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാൻ ചായ തിളച്ചതിൻ്റെ ശേഷം അതിൽ പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പഴം പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ഏകദേശം ആദ്യം അത് നെക്കി നോക്കുകയാണ് കേട്ടോ എന്തായിനി എന്നുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചായയും ഇന്ന് ഞാൻ ഏലക്കായൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചായ വെച്ചിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലാണ്, ഏലക്കായൻ്റെ ആ ഒരു ചൊയ കട്ടൻ ചായക്ക് കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് ഞങ്ങൾ ചായ കുടിക്കാൻ നേരത്തെ തന്നെ കറണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അങ്ങോട്ട് എന്താ പറയുക, വരിക പോവുക അങ്ങനത്തെ കളിയായിരുന്നു. പിന്നെ ഈ ഒരു അടുക്കളയിൽ കറണ്ട് പോകുമ്പോൾ കത്തുന്ന ആ ഒരു ബൾബ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വെളിച്ചത്തിൽ ഇവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ പാത്രങ്ങളും കൂടെ കഴുകി അടുക്കളയും കൂടെ വൃത്തിയാക്കിയാൽ ഇന്നത്തെ കലാപരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞോളൂ കേട്ടോ. പാത്രം കഴുകാതെ കിടന്നാൽ പിന്നെ എണീച്ച് വരുമ്പോൾ അടുക്കള കണ്ടാൽ എന്തോരം ഇടങ്ങാറായിരിക്കും. അങ്ങനെ എന്തായാലും വേഗം പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.